ഹൈക്കമാൻഡ് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കിയെങ്കിലും മറ്റു മന്ത്രിമാർ ആരൊക്കെയെന്നുള്ള സൂചനയൊന്നും ഇതുവരെ വന്നിട്ടില്ല. എങ്കിലും മുഖ്യമന്ത്രിയാകാനുള്ള പട്ടികയിലുണ്ടായിരുന്ന രമേശ് ചെന്നിത്തല MLA ഇപ്പോൾ വലിയ കലിപ്പിലാണ്. അദ്ദേഹത്തെ ഒഴിവാക്കി ഒരു ക്യാബിനറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എങ്കിലും ചെന്നിത്തലയ്ക്ക് അതൃപ്തിയുണ്ട്. അത് പരസ്യമാക്കി. താൻ മന്ത്രിസഭയിൽ ഉണ്ടാകില്ല എന്നുള്ള ഒരു തീരുമാനമെടുത്ത് വീട്ടിൽ നിന്നും ഇറങ്ങിയ രമേശിൻ്റെ നീക്കത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ വലിയ നിരാശയിലുമാണ്. അത് കണ്ടില്ല എന്ന് നടിക്കാൻ ഹൈക്കമാൻഡിനാകില്ല. അതുകൊണ്ട് തന്നെ കെ മുരളീധരൻ ആ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. കേരളത്തിലെ ജനവികാരം മനസ്സിലാക്കിക്കൊണ്ടാണ് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കാനുള്ള തീരുമാനം ഹൈക്കമാൻഡ് എടുത്തതെന്നും അതിൽ രമേശ് ചെന്നിത്തലയെ തഴഞ്ഞു എന്ന തോന്നൽ വരാൻ പാടില്ലെന്നും മുരളീധരൻ വ്യക്തമാക്കുന്നു. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിൽ മുതിർന്ന നേതാവ് കൂടിയായ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ അതൃപ്തി അത് സ്വാഭാവികമാണ്. പക്ഷേ അദ്ദേഹം ഒരു തരത്തിലുള്ള വിമത പ്രവർത്തനവും ഇതുവരെ നടത്തിയിട്ടുമില്ല, ഇനി നടത്തുകയുമില്ല. മുമ്പും തനിക്ക് അനുകൂലമല്ലാത്ത തീരുമാനങ്ങൾ ഉണ്ടായപ്പോൾ പോലും പാർട്ടിയുടെ നയങ്ങളും അച്ചടക്കവും പാലിച്ച് പ്രവർത്തിച്ച പാരമ്പര്യമുള്ള പ്രധാനപ്പെട്ട നേതാവാണ് രമേശ് ചെന്നിത്തല എന്ന് മുരളീധരൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് മികച്ച പരിചയ സമ്പത്തുള്ളതിനാൽ രമേശ് ചെന്നിത്തല ഈ മന്ത്രിസഭയിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്ന് മുരളീധരൻ നേതൃത്വത്തെ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. രമേശ് ചെന്നിത്തല മന്ത്രിസഭയുടെ കരുത്തായി നിലകൊള്ളുമെന്ന് മുരളീധരൻ ഉറപ്പു പറയുന്നു. ഇത്തവണ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നവരിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു രമേശ് ചെന്നിത്തല. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കിയ തീരുമാനത്തിൽ അദ്ദേഹം അതൃപ്തി പ്രകടിപ്പിക്കുകയും നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കില്ല എന്നറിയിക്കുകയും ചെയ്തിരിക്കുന്നു. അത് ഈ നല്ല ദിവസത്തിൻ്റെ ഒരു ശോഭ കെടുത്തുന്നു എന്നൊരു സംസാരത്തിനിടയിലാണ് മുരളീധരൻ ഇടപെട്ടത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളുടെ അവസാനം ഒരു സമവായ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തല വരും എന്നുള്ള വാർത്തകൾ തന്നെ പുറത്തു വന്നതാണ്. എന്നാൽ പെട്ടെന്ന് തൻ്റെ ശിഷ്യൻ കൂടിയായ സതീശനിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനം പോകുമ്പോൾ ഇനിയൊരവസരം തനിക്ക് കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള ഉറപ്പിൽ രമേശ് ചെന്നിത്തല നിരാശനാവുക എന്നത് സ്വാഭാവികമാണ്. എന്നുവച്ച് മുഖ്യമന്ത്രി പദം മാത്രമല്ല, അദ്ദേഹം ഇതിനു മുൻപ് കൈകാര്യം ചെയ്ത ആഭ്യന്തരമന്ത്രി പോലെ ഉള്ള സ്ഥാനം, ആ വകുപ്പുകൾ പ്രധാനമായും ബാക്കിയുണ്ടാകുമ്പോൾ അത് ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് അവസരം നൽകണമെന്ന പൊതുജനങ്ങളുടെ, വിശിഷ്യ കോൺഗ്രസ് പ്രവർത്തകരുടെ ആവശ്യം സതീശനെ മുഖ്യമന്ത്രിയാക്കിയതുപോലെ തന്നെ ഈ സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ്. അത് സ്വീകരിക്കാതെ പോകരുത് എന്ന ജനങ്ങളുടെ ആവശ്യം കെ മുരളീധരൻ വളരെ വ്യക്തമായി അവതരിപ്പിച്ചിരിക്കുകയാണ്.